വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലേണിംഗ്. ഇന്ന് നമ്മൾ 2023 10th പ്രിലിംസിൻ്റെ ഫേസ് 1 സ്റ്റേജ് 2 ക്വസ്റ്റ്യൻ പേപ്പറിലെ സയൻസ് സെക്ഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്തതെല്ലാം എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന പോഷക ഘടകം ഏത്? നമ്മുടെ ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന പോഷകഘടകം ഏതാ? ബി, പ്രോട്ടീൻ. അതുകൊണ്ടാണ് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാ? കരളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാ? ഓപ്ഷൻ എ, കണ. അടുത്ത ക്വസ്റ്റ്യൻ, മലമ്പനിക്ക് കാരണമായ രോഗാണു? ഓപ്ഷൻ സി, പ്രോട്ടോസോവ. അടുത്ത ക്വസ്റ്റ്യൻ, മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18-ൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള തന്നെ സഹായം നൽകുന്ന കേരളത്തിലെ പദ്ധതി ഏത്? ഓപ്ഷൻ ഡി, താലോലം. അടുത്തത്, ചാവക്കാട് ഓറഞ്ച് ഏത് വിളയുടെ ഇനമാണ്? ഓപ്ഷൻ ഡി, തെങ്ങ്. അടുത്തത്, ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി ഡേഷായിരിക്കും. ഒരു ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി ഏതാ? തുടക്കം ഹരിത സസ്യങ്ങളിൽ നിന്നായിരിക്കും. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി, ഹരിത സസ്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ, കാസർഗോഡ്. ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത്, ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മജീവികളാണ്. ഓപ്ഷൻ സി, വിഘാടകർ. അടുത്തത്, താഴെ തന്നിരിക്കുന്നതിൽ നിന്നും നെല്ലിനം തിരഞ്ഞെടുക്കുക. അതിലെ നെല്ലിനം ഓപ്ഷൻ ഡി, അന്നപൂർണ. അടുത്തത്, ആറ്റോമിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻ സി, ജോൺ ഡാൾട്ടൺ. അടുത്തത്, ഇരുമ്പിൻ്റെ അയിരേത്? ഓപ്ഷൻ എ, ഹേമറ്റൈറ്റ്. ഇതേപോലെ അലുമിനിയത്തിൻ്റെയും സിങ്കിൻ്റെയും ഒക്കെ അയിര് ചോദിച്ചിട്ടുണ്ട്. അടുത്തത്, ആൽക്കലി ലോഹം അല്ലാത്തതേത്? ഓപ്ഷൻ ഡി, അലുമിനിയം. അടുത്ത ക്വസ്റ്റ്യൻ, ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകമേത്? ഓപ്ഷൻ ഡി, കാർബൺ മോണോക്സൈഡ്. അടുത്തത്, ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ, ടെലൂറിയം. ബാക്കി മൂന്നും ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഏത്? ഓപ്ഷൻ എ, ഓറിയോൺ. അടുത്തത്, കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപസംപ്രേഷണം ഏത്? ഓപ്ഷൻ സി, സംവഹനം. അടുത്തത്, ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം? ഓപ്ഷൻ ഡി, കത്രിക. അടുത്തത്, പ്രകാശത്തിൻ്റെ പ്രകീർണനത്തിന് കാരണം? ഓപ്ഷൻ ബി, അപവർത്തനം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി, കമ്പനം. ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ സയൻസ് സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസും ഇതിൻ്റെ ആൻസേഴ്സും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.